നമസ്കാരം. ജിയോ റീചാർജുകൾ എപ്പോഴും ജനപ്രിയമാകുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ തെറ്റിയപ്പോഴാണ് ഇപ്പോൾ ജിയോ വേണ്ട എന്ന് വെച്ച് എല്ലാവരും BSNലേക്ക് തിരികെ മടങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. എന്നാൽ ജിയോ അവരുടെ മാർക്കറ്റ് തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയ ഉത്സാഹത്തോടുള്ള പ്രകടനമാണ് നമ്മൾ കാണുന്നത്. കുറഞ്ഞ നിരക്കിൽ റീചാർജുകൾ ലഭ്യമാകുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് ജനപ്രീതി ഏറുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് അതിവേഗം ഇത് ജനങ്ങളിലേക്ക് എത്തിയത്. മുക്കിലും മൂലയിലും ഇന്റർനെറ്റ് എത്തിക്കാനുള്ള ജിയോയുടെ ഏറ്റവും വലിയ അവസരം തന്നെയാണ് ഇവർ മുതലെടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവരുടെ നിരക്കുകൾ കൂട്ടിയ സ്ഥിതിക്ക് അവിടെ നിന്ന് ജനങ്ങൾ തിരികെ വരുന്ന കാഴ്ചയും ഇവർ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ അവസാനത്തെ അളവെന്ന രീതിയിൽ ഇന്റർനെറ്റിന്റെ സ്പീഡ് കൂട്ടിത്തരാം എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ജിയോ നിൽക്കുന്നത്. അത്തരമൊരു പ്ലാനാണ് ഇപ്പോൾ യൂസർമാർക്കിടയിൽ ചർച്ചയാകുന്നത്. നേരത്തെ ജിയോ നിരക്കുകൾ ഉയർത്തിയത് വലിയ പ്രശ്നമായിട്ട് തന്നെ എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ടായിരുന്നു. നിരവധി പേർ ജിയോ കണക്ഷൻ ഉപേക്ഷിച്ച് BSNലേക്ക് തിരിച്ചു പോയതിന്റെ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. BSNനോട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ചുരുങ്ങിയ ചെലവിൽ തന്നെയുള്ള റീചാർജുകൾ ജിയോ പുറത്തിറക്കുന്നത് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും. അതായത് BSNനോട് ഏറ്റുമുട്ടാൻ പറ്റുന്ന അതേ തുകയുള്ള പ്ലാനുകളും BSNL നൽകുന്നത് പോലത്തെയുള്ള കാര്യങ്ങളും ഈ പ്ലാനിൽ നൽകും. പക്ഷേ BSNലിന് എത്താൻ പറ്റാത്ത മുക്കിലും മൂലയിലുമുള്ള ഇന്റർനെറ്റ് സ്പീഡ് ഇവർ കൂട്ടും. അപ്പോൾ നോക്കുമ്പോൾ രണ്ടിനും ഒരേ വിലയും സ്പീഡ് കൂടുതൽ ജിയോയ്ക്കും ആണെങ്കിൽ എല്ലാവരും പതിയെ ജിയോയിലോട്ട് തിരികെ വരും. ഇതാണ് അവരുടെ സ്ട്രാറ്റജി. കൂടുതൽ ഡേറ്റയും കോളുകളും എല്ലാം ജിയോയുടെ ഈ പ്ലാനിലുണ്ട് എന്നതും കൂടി ഒരു ആഡ് ഓൺ ആണ്. അതുകൊണ്ട് തന്നെ ഡേറ്റ ആഡ് ഓൺ പ്ലാനുകൾ ആവശ്യമൊന്നും വരില്ല എന്നത് BSNലിനെ കുത്തി പറയുന്നത് പോലെ ഇരിക്കും. BSNL ഒരു കൃത്യമായ പ്ലാനിലൂടെ തന്നെ ചില കാര്യങ്ങൾ പറയും. ഡേറ്റ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടാകും. അതിലപ്പുറം നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അതിൽ ആഡ് ഓൺ ഡേറ്റ ആയിട്ടായിരിക്കും മാറുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആഡ് ഓൺ ഡേറ്റയുടെ ആവശ്യമൊന്നുമില്ല എന്ന് ജിയോ പറയുമ്പോൾ തന്നെ BSNലിനെ കുത്തി പറയുന്നത് പോലെ മനസ്സിലാകുമെന്നാണ് BSNL ഉപഭോക്താക്കൾ തന്നെ പറയുന്നത്. ജിയോയുടെ പുതിയ റീചാർജ് പ്ലാനിനായി തന്നെ നിങ്ങൾ ചെലവിടേണ്ടത് വെറും 1000 രൂപയ്ക്ക് താഴെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്നാൽ 1000 രൂപയേക്കാൾ ഒരുപാട് കുറവാണോ എന്ന് ചോദിച്ചാൽ അതും അല്ല. ശരിക്കും പറഞ്ഞാൽ 1000 രൂപയെക്കാളും 1 രൂപ കുറവ്, അത്രമാത്രം. നിരക്ക് കൂടുതലാണല്ലോ എന്ന് കരുതി ഒഴിവാക്കേണ്ട എന്നതാണ് ഈ പ്ലാനിനെ സംബന്ധിച്ചുള്ള ഏറ്റവും മികച്ചൊരു കാര്യം. ഈ പ്ലാനിൽ നിരവധി ഗുണങ്ങളുണ്ട് എന്നതും ജിയോക്കാർ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. 98 ദിവസമാണ് ഈ പ്ലാനിന്റെ കാലാവധി. ഈ പ്ലാനിൽ നിത്യേന 2 GB മൊബൈൽ ഡേറ്റയാണ് ലഭിക്കുക. ഈ പ്ലാനിൽ നിത്യേന 10 രൂപ മാത്രമാണ് ചെലവ് വരുന്നത് എന്നതാണ് ഇതിന്റെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. ഡേറ്റയുടെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ആശങ്ക വേണ്ടതില്ല എന്നാണ് ഇവർ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇനി കോളുകൾ വേഗം തീർന്നു പോകുന്നു എന്ന ആശങ്കയാണോ നിങ്ങൾക്കുള്ളത്? അതും പരിഹരിക്കാൻ അവരുടെ കയ്യിൽ ഒരു വഴിയുണ്ട്. ആ ആശങ്കയും യൂസർമാർക്ക് ഉപേക്ഷിക്കാം എന്ന് തന്നെ തീർത്തും ജിയോ ഈ പ്ലാനിലൂടെ പറയുന്നു. ജിയോ ഈ പ്ലാൻ അൺലിമിറ്റഡ് കോളുകൾക്കാണ് രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. ടോക്ക് ടൈം തീരുമെന്ന ഭയമില്ലാതെ തന്നെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാമെന്നും വിളിക്കാമെന്നുമാണ് ജിയോ ഇതിലൂടെ നിങ്ങൾക്ക് പരസ്യമായി തന്നെ പറയുന്നത്. ഏത് നെറ്റ്വർക്കിലേക്കും കോൾ ചെയ്യാവുന്നതാണ് ഈ ജിയോയുടെ ഈ ഒരു പ്ലാനിലൂടെയുള്ള പ്രത്യേകത. നിത്യേന 100 SMS-കളും ജിയോ യൂസർമാർക്ക് ഈ പ്ലാനിലൂടെ തന്നെ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ഡേറ്റ് തീർന്നു കഴിഞ്ഞാൽ SMS-കൾ ഉപയോഗിക്കാവുന്നതാണ് എന്നതും മറ്റൊരു പ്രത്യേകത. ഇനി ഇതൊക്കെ പോരെങ്കിൽ അതിവേഗ ഇന്റർനെറ്റ് ജിയോ നൽകുന്നുമുണ്ട് എന്ന് പറയാം. 98 ദിവസം അൺലിമിറ്റഡായി 5G ഇന്റർനെറ്റ് നിങ്ങൾക്ക് ലഭിക്കും. അതിലൂടെ ഡേറ്റ പ്രശ്നങ്ങളെ പരിഹരിക്കുകയും ചെയ്യാം. അതിവേഗം ഡൗൺലോഡിങ്ങും ബ്രൗസിങ്ങും എല്ലാം തന്നെ സാധ്യമാകും. ആകെ നിങ്ങളുടെ നെറ്റ്വർക്ക് സർക്കിളിൽ 5G ഇന്റർനെറ്റ് ലഭ്യമാവുമോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. കാരണം 5G സർവീസുകൾ എല്ലായിടത്തേക്കും ജിയോ വ്യാപിപ്പിച്ച് തുടങ്ങിയിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. കാരണം ഇത് എല്ലാവരിടത്തും എത്താത്തത് കൊണ്ട് തന്നെ 5G എല്ലായിടത്തും എത്തി എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് പറയുന്നു. ലഭ്യമാവുന്ന ഇടമാണെങ്കിൽ പോലും ഇന്റർനെറ്റ് ഡേറ്റ ഒരിക്കലും തീരില്ല എന്നതാണ് കാര്യം. ഈ പ്ലാനിന്റെ കാലാവധി കഴിയുന്നത് വരെ അതിവേഗ ഡേറ്റ ലഭ്യമാകും എന്നിവർ ഉറപ്പു നൽകുന്നുണ്ട്. ജിയോയുടെ ആപ്പുകളായ ജിയോ TV, ജിയോ ക്ലൗഡ്, ജിയോ സിനിമ എന്നിവയുടെ സബ്സ്ക്രിപ്ഷനും ലഭിക്കും. അതേസമയം എയർടെലും നേരത്തെ കുറഞ്ഞ നിരക്കിലുള്ള ഡേറ്റ പാക്കുകൾ പുറത്തിറക്കിയിരുന്നു. 161, 181, 361 രൂപയാണ് നിരക്കിലുള്ളത്. ഈ പ്ലാനിലെ ഇതിലാണ് ഉള്ളത്. എല്ലാ പ്ലാനുകളും 30 ദിവസമാണ് കാലാവധി. 161 രൂപ മുതൽ പ്ലാനിൽ 12 GB ഡേറ്റയാണ് ആകെ ലഭിക്കുക. പ്രതിദിന ലിമിറ്റ് ഇല്ലാതെ 30 ദിവസം 12 GB ഡേറ്റ ഉപയോഗിക്കാം. 181 രൂപയുടെ പ്ലാനിൽ 30 ദിവസത്തേക്ക് 15 GB ഡേറ്റ ലഭിക്കുന്നു. 361 രൂപയുടെ പ്ലാനിൽ 50 GB ഡേറ്റയും ലഭിക്കും. ഈ പ്ലാനുകൾക്കൊന്നും തന്നെ പ്രതിദിന ഡേറ്റ എന്ന നിയന്ത്രണമില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. BSNL ഉപഭോക്താക്കളെ കൂടുതൽ ആകർഷിക്കാനുള്ള ശ്രമത്തിലാണ് BSNL. എന്നാൽ ജിയോയിൽ നിന്ന് പോയവരെയൊക്കെ തന്നെ തിരിച്ചു
തിരിച്ചു പിടിക്കുന്ന ആവേശത്തിലാണ് ജിയോ എയർടെൽ എന്നിവരുടെയൊക്കെ നിരക്ക് വർദ്ധിച്ചത് കൊണ്ട് തന്നെയായിരുന്നു BSNL കഴിഞ്ഞ കുറച്ച് നാളുകൾ വളരെ നേട്ടമായി മാറിയത്. അല്ലെങ്കിൽ എല്ലാവരും BSNLന്റെ സ്പീഡില്ലാത്ത നെറ്റ് ഉപേക്ഷിച്ചുകൊണ്ട് തിരികെ വരാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് പേരാണ് പോർട്ട് ചെയ്ത് പോലും ഇങ്ങോട്ട് വന്നത്. പോർട്ട് ചെയ്ത BSNL സിം കളഞ്ഞവരും ഒരുപാട് പേര് തന്നെയായിരുന്നു. അടച്ചുപൂട്ടും എന്നൊരു അവസ്ഥയിൽ ജിയോ തന്നെ BSNLനെ സഹായിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. ജിയോയിൽ നിന്ന് നിൽക്കുന്നവരൊക്കെ തന്നെ പോകില്ല എന്നൊരു അമിത വിശ്വാസത്തോടെ ആയിരിക്കണം അവർ ഇപ്രാവശ്യം കുറച്ചൊക്കെ റേറ്റ് പ്ലാനിൽ കൂട്ടിയത്. അതുകൊണ്ട് തന്നെ എന്നാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്റർനെറ്റ് വേണ്ട എന്നുള്ള രീതിയിൽ എല്ലാ ഉപഭോക്താക്കളും BSNLിലേക്ക് തിരികെ പോവുകയായിരുന്നു. ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാനുകൾ തുടർച്ചയായി തന്നെ ജിയോ കൊണ്ടുവരുന്നുണ്ട് എന്ന് കൂടി പറയണം. ജിയോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നുണ്ട് എന്നും കാണിക്കുന്നുണ്ട്. അത് ജിയോയ്ക്ക് മനസ്സിലായി എന്നുമാണ് ഈ ഒരു ടാക്ടിക്സിലൂടെ യൂസർമാർക്ക് കൂടി മനസ്സിലാക്കുന്നത്. എന്തായാലും യൂസർമാരെ മുഴുവൻ ആകർഷിക്കാൻ കൂടി ജിയോ നിരവധി പ്ലാനുകൾ പ്രഖ്യാപിക്കും. അതിലൊരു പ്ലാൻ തന്നെയാണ് ഇപ്പോൾ തരംഗമായി മാറിയിരിക്കുന്നത്.